ഷിരൂരിലും ഗംഗാവലി പുഴയിലും അതിൻ്റെ പുറമേ ശാന്തത അവലംബിക്കുകയും അകമേ ഹൂങ്കാര ശബ്ദത്തോടെ അടിയൊഴുക്കിൽ അമർന്നു കിടക്കുകയും ചെയ്ത ഗംഗാവലിയുടെ ക്രൗര്യ മുഖം നേരിട്ട് കണ്ട ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ്. ആ പുഴയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്തത്. ആ വാർത്താ ദിനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഷിരൂർ ദൗത്യത്തിൻ്റെ ആദ്യ വാർത്താ ദിനങ്ങളിൽ ആ ദൗത്യം വേണ്ട രീതിയിൽ വർക്കൗട്ടാവുന്നോ എന്ന ആശങ്ക ഉയർന്ന രോഷമുയർന്നൊരു വാർത്താ ദിനങ്ങളിൽ നമ്മുടെ ഇൻട്രോയിൽ ഒരുപാട് പ്രേക്ഷകർ പിന്നീട് പങ്കുവെച്ച എൻ്റെ ഒരു ഇൻട്രോ അത് അവസാനിക്കുന്ന ഇങ്ങനെയായിരുന്നു: അർജുനെ പ്രിയപ്പെട്ടവനെ കരുത്തോടെ കയറിവ, അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറുക എന്നായിരുന്നു അവസാനിച്ചത്. പക്ഷേ അത് ജീവനോട് അർജുൻ ഏത് മണ്ണാഴങ്ങളിലാണെങ്കിലും അർജുൻ ജീവനോട് തിരിച്ചു വരണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അത് പറഞ്ഞതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ അത് പങ്കുവെച്ചു. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് അവരുടെ പ്രത്യാശകൾ അറിയിച്ചു. പക്ഷേ ആ പ്രത്യാശകളൊക്കെ അവസാനിച്ചു. നേരത്തെ പറയുന്ന ആ ദിവസങ്ങളിൽ ഈ ഗംഗാവലിപ്പുഴ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ശാന്തയായി ഒഴുകുന്ന ശാന്തസ്വരൂപിണിയായി ഒഴുകുന്ന ഒരു പാവം പുഴയല്ല. അന്നൊരു കടൽ പോലെ, ഒരു സമുദ്രം പോലെ, വലിയ തിരമാല കണക്കെ അങ്ങനെ ആർത്തലച്ചൊഴുകുന്ന, കണ്ടാൽ തന്നെ പേടിയാവുന്ന, ഭീതിയാവുന്ന, ആകെ മണ്ണിറമുള്ള, അങ്ങനെ ചുവന്നൊഴുകുന്ന വല്ലാത്തൊരു ഭീകര സ്വരൂപിയായിരുന്നു അന്ന് ആ ഗംഗാവലിപ്പുഴ. ആ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നമ്മൾ ആ ദിവസങ്ങളിൽ അന്തം വിട്ട് അമ്പരുന്ന ദിവസങ്ങളുണ്ട്. കാര്യം അന്ന് 10ഉം 12ഉം നോട്ടാണ് അതിനുള്ള ആഴത്തിലെ അടിയൊഴുക്ക്. അങ്ങോട്ടേക്ക് ഒരാൾ ഇറങ്ങി പരിശോധിച്ചാൽ ആത്മഹത്യാപരമാകും എന്ന നിരീക്ഷണങ്ങളുണ്ടായ ആ ദിവസങ്ങളിൽ നമ്മുടെ നാവികസേനാംഗങ്ങൾക്ക് പോലും ഡൈവ് ചെയ്യാൻ കഴിയാത്ത വലിയ ആശങ്കയുണ്ടായി. അങ്ങനെ ആശങ്കകളുടെ നീണ്ട ദിവസങ്ങൾക്കൊടുവിൽ ഇനി പുഴ ശാന്തമായിട്ട് തിരച്ചിൽ നടത്താമെന്ന് പറയുന്ന ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു എസ്കേൻ. അന്ന് ഞാൻ ഷിരൂരിലുള്ളപ്പോൾ ഇന്ന് ആലപ്പുഴയിൽ നിന്നും ഒരു വീട്ടമ്മ വിളിക്കുകയാണ്. ആ വീട്ടമ്മ വിളിച്ച് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. നിങ്ങളൊക്കെ അവിടെ എന്താ കാണിക്കുന്നതുകൊണ്ട് അതിഭീകരമായി നമ്മളോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് നോക്കാം, ഒരു നോട്ടം നിങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് അത് നേരാമണ്ണം നോക്കാനാവും, നമ്മൾ എന്തോ പിഴവ് ചെയ്തു എന്ന മട്ടിൽ അതിഭീകരമായി ദേഷ്യപ്പെടുന്ന ഒരു വീട്ടമ്മ, സാധാരണ വീട്ടമ്മയാണ്. നമ്പർ എവിടുന്ന് സംഘടിപ്പിച്ച് വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ദേഷ്യമുണ്ടാവുന്നത് അർജുനോടുള്ള അവരുടെ ആഴത്തിലെ അഗാധമായ സ്നേഹം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ എത്ര അമ്മമാർ ആ ദിവസങ്ങൾ കേരളത്തിൻ്റെ എല്ലാ വീട്ടകങ്ങളും ഇതുപോലെ ഒരാൾക്ക് വേണ്ടി ഒരാൾ മടങ്ങി വരണം എന്ന് ഇത്രമേൽ പ്രാർത്ഥിച്ച മറ്റൊരു സംഭവം എന്തായാലും കേരള ചരിത്രത്തിൽ എൻ്റെ ഓർമ്മയിൽ എന്തായാലും ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാര്യം 72 നാളുകൾ അർജുൻ മടങ്ങി വരും എന്ന ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച, കേരളം ഒന്നാകെ കാത്തിരുന്ന ഒരു മലയാളി, പ്രപഞ്ചം മൊത്തമുള്ള മലയാളികൾ കേരളത്തിൽ അർജുന് വേണ്ടി കാത്തിരുന്നു. അവിടെയാണ് ഈശ്വർ മാൽപേ, ഈ പറഞ്ഞ സതീഷ് കൃഷ്ണസൈൽ MLA അടക്കമുള്ളവർ ദേവദൂതന്മാരെ പോലെ അവതരിച്ചു. നമ്മൾ ആ ദിവസങ്ങളിൽ ഷിരൂരിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ തോളത്തന്ന് ആരോരുമില്ലാതെ അവിടെ നിൽക്കണം. ആദ്യഘട്ടത്തിൽ ഈ ദൗത്യം ചില പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ആരോരുമില്ലാത്ത സമയത്ത് ഈ അവിടുത്തെ MLA വരും, നമ്മുടെ തോളത്ത് തട്ടി, ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം, അർജുനെ കണ്ടെത്തും വരെ ഞാനുണ്ട് എന്ന MLA പറയുന്നുണ്ട്. അന്ന് നമ്മൾ കരുതി ഇത് രാഷ്ട്രീയക്കാരന്റെ കാപട്യ വർത്താനം എന്നുള്ളിൽ കരുതിയെങ്കിൽ. ആഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വിലാപയാത്ര ഇപ്പോൾ വേങ്ങേരി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് താൻ വണ്ടി ഓടിച്ച് കയറിയ അതേ വഴിയിലൂടെ അർജുൻ്റെ വിലാപയാത്ര, അർജുൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര ഇപ്പോൾ വേങ്ങേരി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഈ അന്ത്യാഞ്ജലി കൊടുക്കുന്നത് നമ്മളിൽപ്പെട്ട ഒരാൾ എന്ന് മാത്രവുമല്ല, ഈ ഉത്കണ്ഠയുടെ മുനയിൽ നമ്മൾ എത്രയോ ദിവസങ്ങൾ നിർത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുന്ന ദൗത്യത്തിലേക്കാണ് ഈ വാഹനവ്യൂഹം കടന്നു ചെന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ജീവിതം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ നടത്തിയ സാഹസിക യാത്രയാണ് മരണത്തിലേക്ക് ചെന്ന് കയറിയത് എന്നത് മറ്റൊരു ചരിത്ര ഐറണിയായി നമുക്ക് തോന്നുകയാണ്. ഈ 72 ദിവസം നീണ്ടുപോയ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരുപാട് പേർ മലയാളി ജനസമൂഹത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ആ പേരുകളൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ, രഞ്ജിത്ത് ഇസ്രയേൽ, ഉടുപ്പിക്കാരനായ ഈശ്വർ മാൽപേ, കാർവാറിലെ MLA സതീഷ് കുമാർ കൃഷ്ണസെയിൽ, കാർവാറിലെ SP M നാരായണ, ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ K ലക്ഷ്മിപ്രിയ IAS, ഇങ്ങനെ ആ പേരുകൾ നീണ്ടുപോവുകയാണ്. ഓരോ മലയാളിയുടെയും നെഞ്ചിനോട് അടുത്ത് നിന്നുകൊണ്ട് ഈ അർജുൻ എന്ന ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഒരുപാട് ദിനരാത്രങ്ങൾ താണ്ടിയവരാണ് ഇവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോകുന്നു. ഈ വാഹനവ്യൂഹത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കണ്ണാടിക്കലിൽ ദുഃഖത്തിൻ്റെ കരിമ്പടം വീഴ്ത്തുന്ന ഒരു വിലാപയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. എന്തോ പ്രകൃതി പോലും ഒരു നോവോടെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ വാഹനവ്യൂഹം ഓടിപ്പോകുന്ന വഴികളിലൊക്കെ തന്നെ അപാരമായ മനസാന്നിധ്യം കൊണ്ട് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് നടന്നൊരു ചെറുപ്പക്കാരൻ്റെ ജീവിത കഥയുണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊപ്പം
ഇപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഈ വാഹനവ്യൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു കണ്ണീരോർമ്മയായിട്ട് അർജുൻ എരിഞ്ഞടങ്ങുമ്പോൾ നമ്മുടെ ഈ സ്നേഹവായ്പിൻ്റെ ഒരു ജീവിത പുസ്തകത്തിൽ ഈ ചെറുപ്പക്കാരന് ഒരുപാട് അധ്യായങ്ങൾ നമ്മൾ ബാക്കിയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കുമ്പോൾ ഒരു സാധാരണ ഡ്രൈവർ, നോക്കുമ്പോൾ ഒരു സാധാരണ ചെറുപ്പക്കാരൻ, നോക്കുമ്പോൾ ഒരുപാട് പ്രശസ്തിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇന്ന് മലയാളിയുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ അതെല്ലാം ആയിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ മരണം കൊണ്ട് ഖ്യാതി നേടും എന്ന് ചില വിവരമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇത് മരണം കൊണ്ടല്ല, സ്നേഹവായ്പ കൊണ്ട് ഹൃദയത്താളം മാറ്റിമറിച്ചതിലൂടെ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ ജീവിത പുസ്തകത്തിലെ ഏറ്റവും വലിയ ഏടായി മാറി. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കണ്ണാടിക്കലെ ബസ്സിൽ നിന്ന്. അവിടെ നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, സ്നേഹത്തിൻ്റെ പൂക്കൾ നൽകാൻ, ഒരുപക്ഷെ ഹൃദയത്തിൽ വല്ലാതെ പെയ്യുന്ന ദുഃഖത്തിൻ്റെ പെരുമഴയ്ക്ക് ഒരു ശമനം കണ്ടെത്താൻ ഒക്കെയാണ് അവർ ഇന്ന് കണ്ണാടിക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. KR ഗോപികൃഷ്ണൻ, ഒരുപക്ഷെ നൊമ്പര നിമിഷങ്ങൾ മാത്രമേ താങ്കൾക്ക് അവിടെ നിന്ന് പകർത്താൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ വീട്ടിൽ ഒരമ്മയുണ്ട്. മലയാളികൾ ഇന്ന് ഏറ്റവും ചിന്തിക്കുന്ന ആ അമ്മ. പറയൂ. എസ് കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ണീരോർമ്മയായി അർജുൻ മാറുകയാണ്. അത് വീട്ടുകാരുടേത് മാത്രമല്ല, ഈ നാടിൻ്റെ ഒന്നാകെ പൊന്നോമന പുത്രനായി അർജുൻ മാറിയിരിക്കുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളുടെ, കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹ വായ്പിലാണ് ഇന്ന് അർജുൻ്റെ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അസാധാരണമായ ഒരു ജീവിതം ജീവിച്ചു തീർത്തു എന്ന് നമുക്ക് പറയണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വന്തം ചുമലിൽ ഏൽക്കുകയും വളരെ കഠിനാധ്വാനം കൊണ്ട് ആ കുടുംബത്തിൽ സന്തോഷം നിറക്കുകയും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്ത ആളാണ് അർജുൻ്റെ ഈ അകാലത്തിലുള്ള വിയോഗം അത് നാടിനെ ഒന്നാകെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീട്ടുകാർക്ക് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എത്രത്തോളമാണോ അതേ വേദനയുടെ തീവ്രതയിലാണ് ഇപ്പോൾ അർജുന് അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി ഈ നാട്ടിലെ ആളുകളെല്ലാം തന്നെ കണ്ണാടിക്കലിലെ ഈ ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു സമയത്ത് അർജുൻ ഏറ്റവും സജീവമായി നിന്നിരുന്ന പ്രദേശമായിരുന്നു ഇത്. നാട്ടുകാരുടെ ആവശ്യത്തിനും ഒപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. ഇവിടെ ഈ കണ്ണാടിക്കൽ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന കണ്ണാടിക്കലിലെ യുവജന കലാസമിതിയുണ്ട്. അവരുടെ ഒരു പ്രവർത്തന സമിതി അംഗമായിരുന്നു അർജുൻ ചെറുപ്പകാലത്ത്. അതിനുശേഷം പിന്നീട് അർജുൻ തൊഴിലുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നപ്പോഴും വീട്ടിലുള്ളപ്പോഴെല്ലാം വൈകുന്നേരങ്ങളിൽ ഈ ചെറുപ്പക്കാർക്കൊപ്പം ചേരുകയും നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അർജുൻ ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തിയിരുന്ന ഒരാളായിരുന്നില്ല. നാടിൻ്റെ ആവശ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിൽ, ഏറ്റവും നല്ല പെരുമാറ്റത്തിൽ, ഏറ്റവും വിനയത്തിൽ, ഏറ്റവും മിതമായ ഭാഷയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരനെ ഇന്ന് നാട്ടിലെ ഓരോ അംഗങ്ങളും ഓരോ നാട്ടുകാരും ഓർത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് SK നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മമാർക്ക് അവരുടെ ഒരു സ്വന്തം മകനെ നഷ്ടപ്പെടുന്ന വേദന, സഹോദരിമാർക്ക് അവരുടെ സ്വന്തം സഹോദരനെ നഷ്ടപ്പെടുന്ന വേദന ഒരുപക്ഷെ കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യാത്രയയപ്പാണ് അർജുന് നൽകുന്നത്. ആ അർത്ഥത്തിൽ അർജുൻ ഈ നാടിൻ്റെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ചിരഞ്ജീവിയായി അർജുൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇപ്പോൾ പാറോപ്പടിയിൽ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വഴിയോരങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുന്നു. നെഞ്ചോട് തങ്ങൾ ചേർത്ത ഈ ചെറുപ്പക്കാരൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ കഴിയില്ലെങ്കിൽ പോലും ആ വാഹന വ്യൂഹം ഒരു നോക്ക് കാണാനായി വഴിയോരങ്ങളിൽ ആളുകളുണ്ട്. പ്രകൃതി മരവിച്ച് നിൽക്കുന്ന ശ്വാസനിശ്വാസങ്ങൾക്ക് ചലനമറ്റതുപോലെ പ്രകൃതി നിൽക്കുന്ന ആകാശ ദൃശ്യമാണ് പ്രേക്ഷകരെ നമുക്ക് കാണാൻ കഴിയുക. ലോകമറിയാത്ത ഒരു പ്രിയങ്കരനായ ചെറുപ്പക്കാരന് അന്ത്യയാത്ര നൽകാനാണ് ഈ പ്രകൃതിയും തയ്യാറെടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഷെനിൽ വർഗീസ് പറയുന്നത് SKN അർജുനെ കാണാതായ ദിവസം മുതൽ എൻ്റെ മക്കൾ ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചോദിക്കും, അർജുനെ കണ്ടു കിട്ടിയോ എന്ന്. ഇങ്ങനെ ചോദിക്കുന്ന അസംഖ്യം ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അന്തമില്ലാത്തൊരു ആഴത്തിലേക്ക് താഴുന്നു എന്ന് കവി പറഞ്ഞതുപോലെ ഈ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഒരുപക്ഷെ അർജുൻ ഓർത്തത് എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ അറിയാതെ ആലോചിച്ചു പോവുകയാണ്. കാരണം കുട്ടിക്ക് വാങ്ങിക്കൂട്ടിയ കളിപ്പാട്ടം വണ്ടിയിലുണ്ട്, കാത്തിരിക്കുന്ന അമ്മയുണ്ട്, ഭാര്യയുണ്ട്. ഒരു കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വളയം കയ്യിലെടുത്തൊരു ചെറുപ്പക്കാരൻ്റെ ജീവിത സ്വപ്നം
ഭവനങ്ങളിലേക്ക് എന്തെല്ലാം നിറപ്പകുട്ടുള്ള ചിത്രങ്ങളായിരിക്കും കടന്നു വരിക എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഗോപികൃഷ്ണൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പാറവപ്പടിയിൽ ഈ വാഹന വ്യൂഹം എത്തുമ്പോൾ ഒരുപക്ഷെ ഈ അർജുനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ട് പരിചയം കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് പോലും അവരുടെ ജീവിത പുസ്തകത്തിലെ ഏറ്റവും ഖനീഭവിച്ച് നിൽക്കുന്ന ദുഃഖത്തിൻ്റെ ഒരു ഏടായിട്ട് അർജുൻ്റെ ഇതിഹാസം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തോട് മലയാളികൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആർക്കാണ് ഇങ്ങനൊരു വിലാപയാത്ര ലഭിക്കുക? ഒരു ഖ്യാതിയും പ്രശസ്തിയും ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സാധാരണ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരന് ഇത്രയധികം ആളുകൾ ഒരുങ്ങി നിൽക്കുകയും നാട് മുഴുവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തയ്യാറാവുകയും നിൽക്കുന്ന സാഹചര്യം ആർക്ക് കിട്ടും? ഒരുപക്ഷെ മരണാനന്തരമാണെങ്കിൽ പോലും ഈ അർജുൻ്റെ കുടുംബം ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. അവർക്ക് അവരുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്നത് കണ്ണീർ കണങ്ങളും അതുപോലെ ഏറ്റവും വലിയ വിരഹത്തിൻ്റെ വേദനയും ഒക്കെ ആണെങ്കിൽ പോലും ഈ നാട് മുഴുവൻ തങ്ങളെ ചേർത്ത് നിർത്താനുണ്ട്, നെഞ്ചോട് അണച്ചു നിർത്താനുണ്ട് എന്നറിയുമ്പോൾ ഈ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആഷ്മിയൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ കണ്ണീർ പുസ്തകത്തിൽ ജീവിതത്തിൻ്റെ നിർഭാഗ്യങ്ങളിൽ നമ്മൾ മുഖമിടിച്ച് വീഴുമ്പോൾ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കേണ്ട ചില സംഭവങ്ങളിലൊന്നായി ഈ കർണാടകത്തിലെ മണ്ണിടിച്ചിലും ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ അമർന്നു കിടന്ന ഈ ബെൻസിൻ്റെ ലോറിയും ഒക്കെ തന്നെ നമ്മളുടെ ജീവിത ചിത്രങ്ങളാണ്. ഈ കണക്ക് പുസ്തകത്തിൽ നമ്മളെ കൂട്ടിക്കിഴിക്കുന്നതിനുമപ്പുറം ജീവിതം എരിഞ്ഞടങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് ജനസഞ്ചയമുണ്ടെങ്കിൽ നമുക്കത് വല്ലാതെ കരുത്ത് പകരുമെന്നുള്ളതാണ്. ഈ കുടുംബം ഇപ്പോൾ ഒറ്റയ്ക്കല്ല. കേരളീയ ജനസമൂഹം മുഴുവൻ ഈ കുടുംബത്തിന് പിൻബലമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ മഞ്ചേരി MLA AK അഷറഫ് കൂടി ഒരുപാട് മനാഫിനെ പോലെയൊക്കെ ഒരുപാട് യത്നങ്ങൾ അദ്ദേഹം നടത്തി. മഞ്ചേശ്വരം MLA AK അഷറഫ് മഞ്ചേശ്വരം MLA ഇതിന് കാര്യം ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ വേണ്ടി കർണാടക സർക്കാരിലെ ആളുകളെ കാണാനൊക്കെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു MLA ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അതൊക്കെ നമ്മളിപ്പോൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു.